ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പകൽവേളയുടെ ദൈവം നമുക്ക് ദാനമായി തന്നു. കഴിഞ്ഞ രാത്രി ലോകത്തിലെ എത്രയോ പേരെ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. കരുണയുള്ളവനെ അപ്പച്ചൻ നമുക്ക് തന്ന അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ അല്ലെങ്കിൽ ഈ സമയം ആത്മാവിൻ്റെ ഫലങ്ങളെ പറ്റി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലാണ് ഫലങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. 9 ഫലങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓരോന്നിനും പറയാം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. ഇന്ന് ആളുകൾ ഫലത്തിന് കാര്യമായ പ്രാധാന്യം കൊടുക്കുന്നില്ല, വരത്തിനാണ് കൊടുക്കുന്നത്. നമ്മുടെ ആളുകൾ വരപ്രാപ്തന്മാരൊക്കെയാ പറയുന്നത്. അങ്ങനെ ഒരു ശുശ്രൂഷ ബൈബിളിലില്ല. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. ഫലമില്ലെങ്കിൽ എന്നൊന്ന് ഓർപ്പിക്കുന്നത് ആ വരം ദൈവികമല്ല, സ്വന്തമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിന് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുമില്ല. ഇനി നമുക്ക് ഈ ഫലങ്ങളെ നമുക്ക് 3+3+3 ഓരോ ഭാഗം അടുപ്പിച്ചിരിക്കാം. 1-ാമത്തെ ഫലം മുതൽ 3-ാമത്തെ ഫലം വരെ നമുക്ക് നോക്കാം. സ്നേഹം, സന്തോഷം, സമാധാനം. ഈ ഫലങ്ങൾ നാം ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയ്ക്ക് അഭിമുഖമായി ചെല്ലുന്ന സമയമാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അഭിമുഖം നിൽക്കുകയാണ്. ദൈവത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ 3 ഫലങ്ങളും നമുക്കുണ്ടായിരിക്കണം. സ്നേഹമുണ്ടായിരിക്കണം, സന്തോഷമുണ്ടായിരിക്കണം, സമാധാനമുണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ നാം ദൈവത്തിന് മുമ്പിൽ ചെല്ലുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. എന്നാൽ ഈ സമാധാനം എന്നൊക്കെ പറയുന്നല്ലോ നമ്മളെ. എനിക്ക് സമാധാനം ലഭിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് സമാധാനം? ആ സമാധാനത്തെ പറ്റി നമുക്ക് വിവരിക്കുവാൻ എനിക്ക് സമയം ഇല്ല. ലളിതമായിട്ടങ്ങ് പറയാം. ക്രൂശിൽ കിടക്കുമ്പോൾ വഴിയെ പോകുന്നവർ തല കുലുക്കിക്കൊണ്ട്, ഹേ മന്ദിരം പൊളിച്ചവനെ, നീ നിന്നെ തന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ദൈവത്വത്തിൽ അവനൊരു നോട്ടം നോക്കിയാൽ പറഞ്ഞവന്മാർ മുഴുവൻ ചാരമായി പോയേനെ. പക്ഷേ യേശു ക്രൂശിൽ ഒരു സമാധാനമുള്ള വ്യക്തിയായി നാം കണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് സാഹചര്യങ്ങളിലും ഈ ക്രൂശിലെ സമാധാനം നമുക്കുണ്ടായിരിക്കണം. ഈ 3 ഫലങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്കില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയും ഉണ്ട്. അടുത്തത് 4, 5, 6 ഈ 3 ഫലങ്ങൾ നോക്കാം. ദീർഘക്ഷമ, ദയ, പരോപകാരം. ഇതെന്തിനു വേണ്ടിയാണ് 3 ഫലങ്ങള്? നമ്മൾ ഫലങ്ങളൊക്കെ പറഞ്ഞു പോകും. ദീർഘക്ഷമ, ദയ, പരോപകാരം എന്തിനു വേണ്ടി? ഇത് നമ്മുടെ സമസൃഷ്ടികളുടെ മുമ്പിൽ, നമ്മുടെ വിശ്വാസികളുടെ മുമ്പിൽ, നമ്മുടെ ദേശക്കാരുടെ മുമ്പിൽ, നമ്മുടെ വിശ്വാസികളുടെ മുമ്പിൽ നാം ഈ ദീർഘക്ഷമയും ദയയും പരോപകാരം ഉണ്ടായിരിക്കണം. നമ്മുടെ സഭയുടെ വളർച്ചയുടെ പ്രധാനം എന്ന് പറയുന്നത് പാസ്റ്റർ മുതലേ ആ സഭയിലുള്ള ഏറ്റവും ചെറിയ ആളുവരെയും ഈ ഫലങ്ങൾ ഉള്ളവരാണെങ്കിൽ
വളരെ അനുഗ്രഹം ഉണ്ടാവും. ദയ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ചെയ്യാവുന്നത് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ദയ ഉള്ളവരായിരിക്കണം. നമ്മുടെ കർത്താവ് ഒത്തിരി ഉപമ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഉപമയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എനിക്ക് ക്ലാസ് അല്ലെങ്കിൽ എൻ്റെ വിഷയം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ദയയുള്ളവരായിരിക്കണം. നമ്മൾ പരോപകാരമായിരിക്കണം. മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുന്നവരായിരിക്കണം. ഈ 3 ഫലങ്ങളെ എന്നൊന്നുകൂടെ പറയുന്നു: ദീർഘക്ഷമ, ദയ, പരോപകാരം. ഇത് നമ്മുടെ സമസൃഷ്ടിയുടെ മുമ്പിൽ, നമ്മുടെ സഭയുടെ മുമ്പിൽ, നമ്മുടെ ദേശത്തെ ഈ 3 കാര്യം നമ്മൾ പാലിക്കേണ്ടവരാണ്. അടുത്ത 3-ാമത്തെ ഭാഗത്തേക്ക് വരാം. 7, 8, 9. അവിടെ വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. 7, 8, 9. ഇതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ സ്വന്തം മനസ്സാക്ഷിയുടെ മുമ്പിൽ നീതി പുലർത്തണം എന്ന് പറഞ്ഞാൽ മനസ്സാക്ഷിയുടെ മുമ്പിൽ നമുക്കൊന്നും മറച്ചു വെക്കാൻ പറ്റുകയില്ല. വിശ്വസ്തത ഉണ്ട്, നമുക്ക് പറയാം. നമുക്കുണ്ടോ? സൗമ്യത പറയാം, നമുക്കുണ്ടോ? ഇന്ദ്രിയജയം, നമ്മുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ നാം ഈ കാര്യം 3 കാര്യം ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ എന്തെല്ലാം പ്രസംഗിച്ചെന്ന് പറഞ്ഞാലും പ്രവർത്തിച്ചെന്ന് പറഞ്ഞാലും മനസ്സാക്ഷിയിൽ നമ്മൾ ദൈവസേനയിൽ കടന്നില്ലുമ്പോൾ നമ്മൾ കുറ്റക്കാരാകരുത്. നമ്മുടെ കണ്ണാടിന് മുമ്പിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ അടിമുടി കാണുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ, നമ്മുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ ഈ 3 കാര്യവും ഉണ്ടായിരിക്കണം എന്ന് ഓർപ്പിച്ചുകൊള്ളുകയാണ്. ഞാൻ ഇന്ന് ആത്മാവിന്റെ ഫലത്തെപ്പറ്റി പറഞ്ഞത് ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിച്ച് എനിക്ക് ലഭിച്ച കൃപയനുസരിച്ച് മാത്രമാണ് പറയുന്നത്. 9 ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് നമുക്ക് പാലിക്കുന്നതിന് പ്രയാസമില്ല. നാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ക്ലാസ്സുകളൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഈ നാളുകളിൽ നമ്മൾ ഒരുങ്ങേണ്ടതാണ്. കാലം വല്ലാത്തൊരു കാലത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ പറയപ്പെട്ട ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ തൽക്കാലം ഇവിടെ പറയുന്നു, തുടരുന്നു. നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യം, പ്രാർത്ഥന അടിയോട് കൊണ്ടായിരിക്കണം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.